കാസയും കരിമ്പിൻകാലയും ഒക്കെ കണ്ടം വഴി ഓടിയ ദിവസമാണിന്ന്. അതായത് കഴിഞ്ഞ രണ്ടാഴ്ചയായി കത്തി നിൽക്കുന്ന ഒരു വിഷയമാണ് ഹിജാബ് വിഷയം. ഈ ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൂടെ ഈ സെന്റ് റീത്താസ് സ്കൂൾ മാനേജ്മെന്റിനെ എടുത്തിട്ടടിച്ചതോടുകൂടി, അല്ലെങ്കിൽ അവർ കൊടുത്ത ഹർജി അത് വലിച്ചു കീറി ഇവിടെ വേസ്റ്റിലേക്ക് ഇട്ടതോടുകൂടി കാസയുടെയും അതുപോലെ തന്നെ കരിമ്പിൻകാലയുടെയും ഒന്നും, അല്ലെങ്കിൽ അവരെ പിന്തുണക്കുന്ന വിഭാഗത്തിന്റെയും ഒന്നും പൊടി പോലും കാണാനില്ല. എങ്ങോട്ടാണ് ഇവരൊക്കെ ഓടി മറഞ്ഞതിനെ കുറിച്ച് ഒരു രൂപവുമില്ല. ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു അടി കിട്ടുന്നതിന് മുമ്പ് കൊച്ചു കുട്ടികൾ പോലും ഇവരെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഒരു ശ്രമം നടത്തിയതാണ്. ദയനീയമായി പരാജയപ്പെട്ടു. അല്ലെങ്കിൽ തന്നെ ഉറങ്ങുന്നവനെ മാത്രമാണ് നമുക്ക് ഉണർത്താൻ കഴിയുന്നത്, ഉറക്കം നടിക്കുന്നവനെ ഉണർത്താൻ കഴിയില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അതായത് ഈ കഴിഞ്ഞ ദിവസം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ ആർ ബിന്ദുവിനെ ഒക്കെ വേദിയിൽ നിർത്തിക്കൊണ്ട് ഒരു കൊച്ചു പെൺകുട്ടി, ഐഷ എന്ന് പറയുന്ന ഒരു കൊച്ചു പെൺകുട്ടി, നിങ്ങളുടെയൊക്കെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്, അല്ലാതെ ഹിജാബ് അത്ര വലിയ ഭീകരമായിട്ടുള്ള സംഭവമൊന്നും അല്ല എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് കാസയും കരിമ്പിൻകാലയെ പോലുള്ള ആളുകൾ ഒഴിച്ച് ബാക്കിയുള്ള ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പോലും എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, എന്തിനാണ് ഇത്തരത്തിലുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത്, എന്തിനാണ് ഇത്തരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. എന്നിട്ടും അതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധമില്ലാത്ത, അല്ലെങ്കിൽ ഉറക്കം നടിക്കുന്ന ഒരു വിഭാഗമായി ഇവിടെ ഈ സെന്റ് റീത്താസ് സ്കൂൾ മാനേജ്മെന്റ് മാറിപ്പോയി. എന്നാൽ ഇന്ന് ഹൈക്കോടതി അവരെ ശരിക്കും ബോധ്യപ്പെടുത്തി. ഇത്രയും ദിവസം കാസയും അതുപോലെ തന്നെ കരിമ്പിൻകാലയെ പോലുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അവരുടെ ഒരു പൊടി പോലും കാണുന്നില്ല എന്നുള്ളതാണ്. DDയുടെ ഉത്തരവിന് സ്റ്റേ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ഈ സെന്റ് റീത്താസ് സ്കൂൾ അഭിഭാഷക മുഖേന ഒരു ഹർജി സമർപ്പിച്ചത്, ഹൈക്കോടതി അറിയിച്ചത്. സ്വന്തമായി വക്കീലുണ്ട്, നന്നായി ഇംഗ്ലീഷൊക്കെ പറയാൻ കഴിയും, പ്രിൻസിപ്പളിനും കഴിയും, അതൊക്കെ നമ്മൾ കേട്ടതാണ് കഴിഞ്ഞ ദിവസം. പക്ഷെ ദയനീയമായി പരാജയപ്പെട്ടു. ആ ഹർജി തന്നെ എടുത്ത് വലിച്ചെറിഞ്ഞു. ഇത്തരത്തിലുള്ള ഹർജികളുമായി ഇങ്ങോട്ട് വരരുത്, ഹിജാബിട്ട് സ്കൂളിൽ വന്നാൽ എന്താണ് പ്രശ്നം. എന്തായാലും DDയുടെ ഉത്തരവിന് സ്റ്റേ ഇല്ല എന്നുള്ള ഒരു നിലപാട് ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇവിടെ വളരെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട്, ഹിജാബ് ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയമാണ്, അത് ഇട്ടതുകൊണ്ട് എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്ന ആളുകളെ തീവ്രവാദികളും ഭീകരവാദികളും ഒക്കെ ആക്കാൻ ശ്രമിക്കുന്ന കുറച്ച് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഹിജാബ് ധരിച്ച് സ്കൂളിലേക്ക് വരുന്ന ആ പെൺകുട്ടിയെയും ആ പെൺകുട്ടിയുടെ കുടുംബത്തെയും അവർ ഭീകരവാദികളാണ്, തീവ്രവാദികളാണ് എന്നൊക്കെ വളരെ മോശമായ രീതിയിൽ അവരെ അധിക്ഷേപിക്കുന്ന കുറച്ച് ആളുകളെ നമ്മൾ കണ്ടു. സമൂഹ മാധ്യമങ്ങളിലൊക്കെ അത്തരത്തിലുള്ള ആളുകൾ ഉറഞ്ഞു തുള്ളുകയായിരുന്നു. അതുപോലെ ചെറിയൊരു പെൺകുട്ടി, ഐഷ എന്ന് പറയുന്ന പെൺകുട്ടി, ആ പെൺകുട്ടി പറഞ്ഞതിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. ആ പെൺകുട്ടി നിങ്ങളുടെയൊക്കെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്, തട്ടം ഇടുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല, അത് ഇട്ടത് കൊണ്ടെന്താണ് പ്രശ്നം, ഇടാത്തത് കൊണ്ടെന്താണ് പ്രശ്നം, അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ആ പെൺകുട്ടിയെയും നിങ്ങൾ തീവ്രവാദിയാക്കി, ഭീകരവാദിയാക്കി. കൊച്ചു പെൺകുട്ടിയാണ് എന്ന കാര്യമൊക്കെ നിങ്ങൾ മറന്നു. എന്തായാലും നിങ്ങൾ ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ അഴിഞ്ഞാടുമ്പോൾ എന്താണ് നിങ്ങളുടെ നിലവാരം എന്ന് ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെ നിങ്ങളുടെ നിലവാരത്തെ കുറിച്ച് കൃത്യമായ ഒരു ബോധ്യം അവർക്കുണ്ടായി. അവർ നിങ്ങളെ കൃത്യമായി വീക്ഷിച്ചിരുന്നു. എന്തായാലും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, നിങ്ങളൊക്കെ ഭീകരവാദിയാണ്, തീവ്രവാദിയാണ് എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ച ആ സെന്റ് റീത്താസ് സ്കൂളിൽ പഠിക്കാൻ വന്നിരുന്ന, ഈ ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട് ആ സ്കൂളിൽ നിന്നും പുറത്തു പോകാൻ തീരുമാനിച്ച ആ പെൺകുട്ടിയുടെ നിലപാട് സ്വാഗതാർഹമാണ് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്ന് നിരീക്ഷിച്ചിരിക്കുകയാണ്. അതായത് പെൺകുട്ടിയുടെ കുടുംബം എടുത്ത നിലപാട് സ്വാഗതാർഹമാണ്. അത്തരത്തിലുള്ള നിലപാടുകളാണ് സ്വീകരിക്കേണ്ടത്. അതായത് വെറുതെ ഈ പെൺകുട്ടി തട്ടം ധരിച്ചേ ഞാൻ സ്കൂളിലേക്ക് വരൂ എന്ന് പറഞ്ഞ് ആ സ്കൂളിൽ തന്നെ പഠിക്കണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരുന്നെങ്കിൽ ആ കുട്ടിക്കൊപ്പം കോടതി നിൽക്കുമായിരുന്നു, നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് നിൽക്കുമായിരുന്നു. പക്ഷെ ആ കുട്ടിയുടെ കുടുംബം ആ സ്കൂളിൽ ഇനി പഠിക്കണ്ട, ആ സ്കൂളിലെ കഞ്ഞിയും വേണ്ട ഉപ്മാവും വേണ്ട എന്നങ്ങ് തീരുമാനിച്ചു. മറ്റുള്ള കുട്ടികൾക്ക് അത്തരത്തിലുള്ള അവസ്ഥകൾ ഉണ്ടാകാതിരിക്കട്ടെ, ആ വിഷയത്തിൽ സർക്കാർ പൊതുവായ ഒരു വിധി പുറപ്പെടുവിക്കണം. കോടതിയുടെ ഈ ഒരു ഇടപെടലിനെ തുടർന്ന് സർക്കാരിന് അത് വളരെ എളുപ്പത്തിൽ കഴിയുന്ന ഒരു കാര്യമാണ്. അത്തരത്തിലൊരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം, ഒരു വിധി ഉണ്ടാകണം. എന്തായാലും ഈ സ്കൂൾ അധികൃതരുമായി മാനേജ്മെന്റുമായി പടവെട്ടാനോ ഹിജാബ് ധരിച്ച ആ സ്കൂളിൽ പഠിക്കുമെന്നുള്ള വാശിയോ ഞങ്ങൾക്കില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹിജാബ് ധരിച്ച് പഠിക്കാൻ പറ്റുന്ന മറ്റ് സ്ഥാപനങ്ങളുണ്ട്, ഞങ്ങൾ അവിടെ പോയി പഠിച്ചോളാം. ഞങ്ങൾ എന്തായാലും ഇവിടെ പഠിക്കുന്നില്ല. വിദ്യാഭ്യാസം എന്തായാലും അത് വേണ്ടെന്ന് വെക്കുന്നില്ല. കുട്ടികളെ പഠിപ്പിക്കും, നല്ല വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കും. പക്ഷെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലേക്ക് അയച്ച് കുട്ടികൾക്ക് വലിയ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ തന്നെ
മകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നാണ് ആ കുട്ടിയുടെ പിതാവ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് പറഞ്ഞത്. അതായത് കഴിഞ്ഞ 1-2 ആഴ്ചയായി സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള അധിക്ഷേപങ്ങൾ, പഠിപ്പിക്കേണ്ട, അറിവ് പകർന്നു കൊടുക്കേണ്ട അധ്യാപകർ വിഷം തുപ്പുന്ന ഒരു സാഹചര്യം, ഈ ഹിജാബ് എന്ന് പറയുന്നത് ഭയത്തോടു കൂടിയാണ് മറ്റുള്ള ആളുകൾ നോക്കിക്കാണുന്നത് എന്ന രീതിയിലുള്ള പരാമർശങ്ങൾ, അത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ കുട്ടിയെ അതൊക്കെ ബാധിച്ചിട്ടുണ്ട്. എന്തായാലും അത്തരം ഒരു സ്ഥാപനത്തിലേക്ക് ഇനി പറഞ്ഞയക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊരു നിലപാട് ആ കുട്ടിയുടെ കുടുംബം എടുത്തിരിക്കുന്നു. ആ കുടുംബത്തിന് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായ അഭിഭാഷകൻ ഇക്കാര്യം മാധ്യമങ്ങളോട് തുറന്നു പറയുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ഇവിടെ എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഇവിടെ ആരാണ് തീവ്രവാദി, ആരാണ് ഭീകരവാദി? ആർക്കാണ് തട്ടം ധരിച്ച് അവിടെ തന്നെ പഠിക്കണമെന്നുള്ള നിർബന്ധം ആർക്കാണ് ഉണ്ടായത്? തട്ടമേ പാടില്ല, ഞങ്ങളുടെ സ്കൂളിലേക്ക് അത് അനുവദിക്കില്ല, വിദേശ സംസ്കാരത്തോട് യോജിച്ചതല്ലത്ര ഈ തട്ടം. വിദേശത്തൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിജാബ് ധരിച്ചൊന്നും ആരും പഠിക്കാൻ പോകുന്നില്ല. ഈ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച മറ്റൊരു ഫോട്ടോയെ കുറിച്ച് കൂടെ ഞാൻ ഈ ഒരു സമയത്ത് പറയുകയാണ്. അതായത് വിദേശത്ത് രാഷ്ട്ര തലവന്മാരായിട്ടുള്ള ആളുകൾ, അറബ് രാജ്യങ്ങളിലെ പ്രത്യേകിച്ച് മുസ്ലിങ്ങളാണ്, അത്തരത്തിലുള്ള ആളുകളുടെ ഭാര്യമാർ, അവരുടെ കുടുംബക്കാർ, ഇവരൊന്നും തട്ടം ധരിക്കുന്നില്ലത്രേ. അവരുടെ ഒന്നും സംസ്കാരം അങ്ങനെയല്ല. ഇവിടെയുള്ള കുറച്ച് ആളുകൾക്ക് മാത്രമാണ് അതിനൊക്കെ നിർബന്ധമുള്ളത്. അതുപോലെ വിദേശ രാജ്യങ്ങളിലൊക്കെ സ്കൂളിലേക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികൾ തട്ടം ധരിക്കുന്നില്ല, ഹിജാബ് ധരിക്കുന്നില്ല. ഒരിക്കലും അത് അവിടുത്തെ ഒരു സംസ്കാരമല്ല, ഞങ്ങൾ ആ ഒരു സംസ്കാരത്തെയാണ് ഫോളോ ചെയ്യുന്നത് എന്നൊക്കെയാണ് ഈ സെന്റ് റീത്താസ് സ്കൂൾ ഹൈക്കോടതിയിൽ വാദിച്ചത്. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ സംസ്കാരം ഏതു വഴിക്കാണെങ്കിൽ ആ വഴിക്ക് പോകൂ. നിങ്ങളുടെ സ്ഥാപനത്തിൽ പഠിക്കാൻ ഞങ്ങൾ വരുന്നില്ല. നിങ്ങളുടെ സ്കൂളിലെ കഞ്ഞിയും ഉപ്പാവും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ വഴിയുണ്ട്, ആ വഴി ഞങ്ങൾ തിരഞ്ഞെടുത്തുകൊള്ളാം. തർക്കത്തിനില്ല, പടവെട്ടാനില്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചയ്ക്കില്ല എന്ന നിലപാട് ഈ വിദ്യാർത്ഥിനിയുടെ കുടുംബം സ്വീകരിച്ചു. അത് സ്വാഗതാർഹമാണ്, അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത് നിരീക്ഷിച്ചിരിക്കുകയാണ്. ഇനി നിങ്ങൾ തീരുമാനിക്കുക, പ്രിയപ്പെട്ട പ്രേക്ഷകർ തീരുമാനിക്കുക, ആരാണ് ഇവിടെ തീവ്ര ചിന്താഗതിക്കാർ, ആരാണ് അത്തരത്തിലുള്ള ഭീകരവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകൾ ആരാണ്? ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 2 ആഴ്ചയായി ഈ കുട്ടിയെയും കുട്ടിയുടെ കുടുംബത്തെയും കുറിച്ച് ചില ആളുകൾ പറഞ്ഞിരുന്നത് അവരൊക്കെ തീവ്രവാദികളാണ്, ഭീകരവാദികളാണ്, അത്തരത്തിലുള്ള ചില ആളുകളിൽ നിന്ന് അവർക്ക് പരിശീലനം കിട്ടിയിട്ടുണ്ട് എന്നൊക്കെയാണ്. ഇനി നിങ്ങൾ തീരുമാനിക്കുക, ആരാണ് അത്തരത്തിലുള്ള ചിന്താഗതിയുമായി നടക്കുന്ന ആളുകൾ? ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്ന് നിരീക്ഷിച്ചത് ഇത്തരത്തിലൊക്കെയാണ്. ആ കുട്ടിയാണ് ശരി, ആ കുട്ടിയുടെ നിലപാട്, ആ കുട്ടിയുടെ കുടുംബത്തിന്റെ നിലപാട് സ്വാഗതാർഹമാണ് എന്ന് തന്നെയാണ്.